മേരിലാൻഡ് സ്റ്റേറ്റിലെ ബാൽറ്റിമോർ എന്നൊരു സ്ഥലത്ത് ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതേ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളോട് അരമുക്കാൽ മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നമ്മൾ അവിടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അതേ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ബോട്ട് തന്നെയുണ്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ഈ റൈഡ് നടത്താനായിട്ട് പോകുന്നത്. റൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ ടാക്സിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാൻ, കയറേണ്ടവർക്ക് കയറാം. അപ്പോൾ അങ്ങനെ ഉള്ളവരും വരുന്നുണ്ട്. പിന്നെ നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. പക്ഷേ സാധാരണ ബോട്ട് റൈഡ് പോലെയല്ല കേട്ടോ. ഇത് അധികം ആളുകളെയൊന്നും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സീറ്റിൽ വേണേലും ഇരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. ഒട്ടും ആളുകളുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഇവിടെ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കയ്യിൽ കുറേ ചോക്ലേറ്റ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചായിരുന്നിട്ടാണ് നമ്മുടെ യാത്ര. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം വെച്ചാൽ നല്ല കാറ്റായിരുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണല്ലോ, അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. പിന്നെ പോരാത്തതിന് നമ്മൾ ഒരു നൈറ്റായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാൽറ്റിമോറിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു റൈഡാണ്. ഇവിടെ കാഴ്ച കാണാൻ വരുന്നവരെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കൂടുതലായിട്ട് കുറേ കപ്പലുകളും ബോട്ടുകളും ബിൽഡിങ്ങുകളൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൺ ഡേ ട്രിപ്പല്ലേ നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്പോട്ടിൽ പോയിട്ട് കാഴ്ച കാണാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ, അതായത് ബാൽറ്റിമോറിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ സിറ്റി കാണാൻ പറ്റി. ഒക്കെ ബോട്ടിലിരുന്ന് തന്നെ കാണണമെന്നും മാത്രം, ഇറങ്ങാനൊന്നും പറ്റൂല കേട്ടോ. പക്ഷേ എങ്കിൽ ഓരോ സ്പോട്ടില്ലേ നമ്മുടെ ഓരോ സ്റ്റോപ്പുകൾ, അവിടെ എത്തുമ്പോൾ അവർ ബോട്ട് നിർത്തും. വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാം. പക്ഷേ എങ്കിൽ നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ബോട്ട് പിടിക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ ഈ ബോട്ടിലിരുന്ന് തന്നെയാണ് എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണാൻ. ഈ വെള്ളത്തിൻ്റെ ആ ഒരു വ്യൂയിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ ബിൽഡിങ്ങുകളൊക്കെ. നമ്മളങ്ങനെ ഫസ്റ്റത്തെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റോപ്പ് എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് കണ്ട ഇങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഇങ്ങനെ നടക്കണ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്തോറും നല്ല നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തോരം ഫാക്ടറികളാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാനിതിൽ കാണിക്കണുള്ളൂ. നല്ല രസമുള്ള ബിൽഡിങ്ങുകളാണ്. ഇത് കണ്ടില്ലേ, രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. അങ്ങനെ വളരെ കൗതുകപരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സിറ്റികളിൽ പോയിട്ട് ബോട്ട് റൈഡ് എടുത്തിട്ടുണ്ട്. ചിക്കാഗോ പോയപ്പോൾ നടത്തി, സവാനയിൽ പോയപ്പോൾ നടത്തി, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കാഗോയിൽ പോയിട്ടുള്ള ബോട്ട് റൈഡാണ്. അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. നമുക്ക് ഈ ഒരു വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ അടുത്ത് കാണാൻ പറ്റും. അതുപോലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സവാനയിൽ പോയപ്പോൾ ഇതുപോലെയൊന്നും അങ്ങനെ ബിൽഡിങ്ങുകളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഓരോ നഗരങ്ങളിലും ഓരോരോ കാഴ്ചകളാണല്ലോ. അപ്പം നിങ്ങളും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്തെ ബോട്ട് റൈഡാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഈ പറഞ്ഞ മാതിരി കുറച്ച് നേരം അങ്ങനെ നിർത്തിയിട്ടു. കുറച്ച് പേര് കയറിയിട്ട് ഇവിടുന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തിരക്കുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോളുകളും മ്യൂസിക്കുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെയും ഇറങ്ങിയൊന്നുമില്ല. നമ്മളിതേ തിരിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2-3 ബോട്ടും കപ്പലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ കയറി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അത് വല്ല റെസ്റ്റോറൻ്റ് ആണോ, ഇനി വല്ല ടൂറിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണോ ഒന്നും നമുക്കറിയില്ല. ഇത് ടൂറിസ്റ്റ് ബോട്ട് റൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്ലേസുകളും അവർ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിട്ടാണ്. നമ്മുടെ ബോട്ടിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈവായിട്ട് അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും.
ഈ പോകുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് ഹോട്ടൽസുകളും റിസോർട്ടുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. കാരണം ഇതൊരു ബീച്ച് സൈഡും പിന്നെ മൊത്തത്തിലൊരു ബോട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. ആ കാണുന്നതൊക്കെ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാം, അങ്ങനെയുള്ള എല്ലാം ഉള്ള ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഒരു സ്റ്റോപ്പാണ്. ഇവിടെയും കുറേ പേര് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ബോട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാക്ടറികളും ഇത് കണ്ടില്ലേ, ആ കാണുന്നതൊക്കെ ഓരോരോ ഫാക്ടറികളാണ്. ഒരു പഞ്ചസാര ഫാക്ടറിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, അതൊക്കെ ഇവിടെ വരുന്ന ഷുഗറിൻ്റെയൊക്കെ ഒരു ഫാക്ടറിയാണത്. അപ്പം ഞാനത് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. സിറ്റി ഫുള്ള് കാണാൻ പറ്റി കേട്ടോ. ഞാൻ ഫുള്ളൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും അടുത്ത റൈഡിനുള്ള ആളുകളൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? തണുപ്പായിരുന്നു. തണുത്ത കാറ്റൊക്കെ ഉണ്ടായി, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ബാൽറ്റിമോറിൻ്റെ സിറ്റിയൊക്കെ ഏകദേശം കാണാൻ പറ്റി. കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. കപ്പലുകൾ, ബോട്ടുകൾ, ഹോട്ടലുകൾ, പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. കുഴപ്പമില്ലായിരുന്നു. ഒരു 3/4 മണിക്കൂർ യാത്ര. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ആ സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചുള്ള ഒരു നടപ്പാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഓരോ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ഓപ്പണായി ഫുള്ളൊരു നൈറ്റ് വൈബിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബാണ് കേട്ടോ ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇവിടെയൊന്നും അത്ര വലിയ ഒരു തിരക്കല്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് കാലിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ അകത്തേക്ക് കിടക്കുമ്പോഴത്തേനും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അത്രയും ഒരു തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റുകൾ കയറി ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെയൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മൾ ഇതിലേക്ക് നടന്നിട്ടാണ്, ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി ഒരുപാട് ദൂരെയാണല്ലോ കിടക്കണത്. അപ്പോൾ നടന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറേ ഉണ്ട് ഇങ്ങോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ കാറുകളാണ് ഈ റോട്ടിൽ ഇങ്ങനെ നിരന്ന് കിടക്കണത്. ഇപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ ആരും അങ്ങനെ പുറത്തേക്കൊന്നും കാണുന്നൊന്നുമില്ല. നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നറായിട്ട് വരുന്നത്. ലഞ്ചും നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ മറ്റേ ഒരു ഫുഡ് മാർക്കറ്റിൽ പോയപ്പോൾ ഫ്രൈഡ് ചിക്കൻ വാങ്ങി കഴിച്ചായിരുന്നല്ലോ, അതേ നമ്മളാകെ കഴിച്ചുള്ളൂ. അപ്പോൾ അതേ നമ്മളൊരു ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ബൗളിലാണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായി ഈ ഒരു ബിരിയാണി. പിന്നെ അതിന് ശേഷം നമ്മൾ തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഒരു നോർമൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ഫുഡിൻ്റെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടാണ്, ടേസ്റ്റാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തേക്കണോടത്ത്, എന്നിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ. ബാൽറ്റിമോറിൽ നമ്മളിന്ന് 3 സ്പോട്ടുകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും 3 വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വരണം ബാൽറ്റിമോറിൽ. ഓരോന്നായിട്ട് ഓരോ ടൈമിൽ കണ്ടാലേ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ മൊത്തത്തിൽ കണ്ടാരണം എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട്, പുതിയ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.